സതീദേവി രക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ രക്ഷാപുരിയിലേക്ക് പോയി. പതിയുടെ സതി എന്റെ വേദിയിലെത്തി. അവൾ എന്റെ മണ്ഡപത്തിലേക്ക് കിടന്നു. സതിയെ കണ്ട് അമ്മമാരും അവളെ സ്വീകരിക്കാനായിട്ട് ഓടിയെത്തി. അവളെ കൈപിടിച്ച് എന്റെ സ്ഥലത്തേക്ക് ആനയിച്ചു. അതാ എന്റെ കണ്ണുകളിൽ അഗ്നി ആളിക്കത്തുന്നു. അതിന് ചുറ്റുമിരിക്കുന്ന പുരോഹിതർ മന്ത്രോച്ചാരണങ്ങളോട് അതിന്റെ നിബന്ധം അവിടെയൊന്നും തങ്ങി നിൽക്കുന്നു. യാഗശാലയിൽ സതീദേവിയെ കണ്ടതും ദക്ഷൻ അവിടേക്ക് പാഞ്ഞെത്തി. നിൽക്കവിടെ, ഇനി ഒരടി മുന്നോട്ട് വെക്കരുത്. ഈ യജ്ഞവേദി പവിത്രമായ ഒരു സ്ഥലമാണ്. നീയും നിന്റെ ഭർത്താവായ ശ്മശാനവാസിയും വന്ന് അശുദ്ധമാക്കാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മാത്രം ക്ഷണിക്കാതെ നാം ഈ യാഗം നടത്തുന്നത്. നന്നായി. ലോകൈകനാഥനായ പരമശിവന് എന്റെ ഹവിസ് നൽകി അനുഗ്രഹം വാങ്ങാനുള്ള ഭാഗ്യം അങ്ങേക്ക് ഇല്ലാതെ പോയി. എന്തു ഭാഗ്യം! ശ്മശാനത്തിലെ ചുടലപത്മമാരി പുറത്തു പൂശി തലയോട്ടിക്കൊണ്ടുള്ള മാലയും അണിഞ്ഞ് പുലിത്തോല് കൊടുത്ത് നടക്കുന്ന ആ ശ്മശാനവാസിയെ ഏതെങ്കിലും പവിത്രമായ കർമ്മത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുമോ? യക്ഷന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് സതീദേവിക്ക് സഹിച്ചില്ല. ഈ ലോകത്ത് ഏത് മഹായാഗം ആര് നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ അനുഗ്രഹം ആർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതെന്റെ ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദേവന്മാരുടെ അനുഗ്രഹമൊന്നും ഒരനുഗ്രഹമേ അല്ലെന്ന് എന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അനുഗ്രഹമില്ലാതെ ഈ യാഗം പൂർണ്ണമാവില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആരെവിടെ ക്ഷണിക്കാതെ വന്ന് അധിക പ്രസംഗം നടത്തുന്ന ഈ നാണക്കെട്ടവളെ ഈ എന്റെ വേദിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കൽ. ഈ രക്ഷന്റെ പടയാളികൾ അവരുടെ അടുത്തേക്ക് ഓടിയെടുക്കുന്നു. അവളെ ആക്രോശിക്കുന്നു. അവളതിന് തയ്യാറാകുന്നില്ല. അവൾ പടയാളികളത് അവളെ മുടികളിട്ട് പിടിച്ച് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ചുറ്റുപാടും ഇരിക്കുന്നവരെ നോക്കി സതീദേവി ഉച്ചത്തിൽ ആക്രോശിച്ചു. ദേവാധിദേവന്മാരെ, മഹർഷി പ്രമുഖരെ, ഈ ദുഷ്ടപ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങളുടെ മഹേശ്വരനും ഭക്തിയും അപമാനിക്കപ്പെടുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ലേ? ദക്ഷനെ ഭയന്ന് ആരും ഒന്നും കിട്ടുന്നില്ല. ഇത് കണ്ട സതീദേവി തന്റെ പിതാവിനോട് പറഞ്ഞു, പിതാവേ, പരമശിവ ഭഗവാനെയും എന്നെയും അപമാനിച്ചാലേ ഈ യാഗം പൂർത്തിയാക്കുവാൻ ഞാൻ അനുവദിക്കില്ല. നിസ്സാരനായ നീ എന്തു ചെയ്യാൻ പോകുന്നു? എന്തു ചെയ്യാൻ പോകുന്നു? ഞാൻ ഈ യാഗം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. എന്ത്? ഈ യാഗം അവസാനിപ്പിക്കാൻ പോകുന്നു? ആര്? നീയോ? ദക്ഷനും കൂട്ടരും സതീദേവിയെ കളിയാക്കി പൊട്ടിപ്പിടിച്ചു. പെട്ടെന്ന് സതീദേവി പടയാളികളുടെ കയ്യിൽ നിന്നും കുതറി മാറി അവളതായി എന്റെ മുന്നത്തിനടുത്തേക്ക് ഓടുന്നു. അതിന് സമീപമെത്തി അവൾ വിളിച്ചു പറയുന്നു, പരമശിവ ഭഗവാന്റെ അഭിമാനം അതെനിക്ക് എന്റെ ജീവനേക്കാളും വിലപ്പെട്ടതാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ യാഗമുണ്ടല്ലോ, ഈ യാഗം അത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതും പറഞ്ഞുകൊണ്ട് സതീദേവി ആ യാഗാഗ്നിക്കുള്ളിനെ കെടുത്തു ചാടി. ആ യാഗാഗ്നിക്കുള്ളിൽ തീ പിടിച്ച വസ്ത്രങ്ങളുമായി സതീദേവി യാഗശാലയിൽ അവർ നിലവിളി വീഴുന്നു. പച്ചമാംസം കത്തുന്ന ഗന്ധം യജ്ഞവേദിയാകം പരക്കുന്നു. പരമശിവന്റെ പ്രിയഭക്തി സതീദേവി തന്റെ ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കുവാനായി അതാ യാഗാഗ്നിക്കുള്ളിൽ ഏതിച്ചടങ്ങുന്നു.
ഹൃദയഭേദകമായ ഈ വാർത്ത കേട്ടതും ശിവഭഗവാനാകെ കോപാകുലനായി. ശിവഭഗവാൻ താണ്ഡവ നൃത്തം ആരംഭിച്ചു. കോപം കൊണ്ട് ശിവഭഗവാൻ ജഡമറിച്ചെടുത്തു. അതിനെ അതിശക്തമായി കൈലാസത്തിൽ ആഞ്ഞടിച്ചു. കൈലാസമാകെ ഇടി മുഴങ്ങുന്നു. ശിവന്റെ കോപത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ചോരയിൽ നിന്ന് ഭീമാകരമായ ശരീരത്തോടുകൂടി സംഹാര രൂപികളായ രണ്ട് അതിമനുഷ്യർ പ്രത്യക്ഷപ്പെട്ടു. പർവ്വതത്തെ പോലെ അതിശക്തനായ വീരഭദ്രൻ എണ്ണമറ്റ കൈകളിൽ ദിവ്യമായ ആയുധങ്ങൾ ധരിച്ച ഭദ്രകാളി ദേവി പരമശിവൻ അവരോട് ആജ്ഞാപിച്ചു, ആക്രമിക്കുക, രക്ഷാപുരിയിലെ യാതകാരെ ആക്രമിക്കുക, അഹങ്കാരിയായ രക്ഷാപ്രജാപതിയെ നിഗ്രഹിക്കുക, വേഗമാകട്ടെ. വീരഭദ്രനും കാളീദേവിയും ഭൂതഗണങ്ങളോടൊപ്പം രക്ഷാപുരിയിലേക്ക് പാഞ്ഞു കയറി. ദക്ഷന്റെ യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ ദേവന്മാരും അസുരന്മാരും രാജാക്കന്മാരും എല്ലാവരും ചേർന്ന് വീരഭദ്രനെയും ഭദ്രകാളിയും ദേവിയെയും നേരിടുന്നു. അതിഭീകരമായ യുദ്ധം. അതാ ദേവേന്ദ്രൻ തന്റെ തേരിൽ വീരഭദ്രൻ തന്നെ പാഞ്ഞെടുത്തു. ഇത് കണ്ട വീരഭദ്രൻ തന്റെ രഥത്തിൽ നിന്നും പുറത്തേക്ക് ചാടി. അവൻ വലത് കൈകൊണ്ട് ദേവേന്ദ്രന്റെ രഥത്തിൽ തടുത്തു നിന്നു. അയാൾ തറയിലും ഉയർന്നു. ദേവേന്ദ്രന്റെ രഥമെന്ന വീരഭദ്രന്റെ തോളിൽ ഇടത് കൈകൊണ്ട് വീരഭദ്രൻ ഇന്ദ്രനെ തൂങ്ങിയെടുത്ത് ദൂരേക്കെടുത്തു. കഴുത്തൊടിഞ്ഞ ഇന്ദ്രനെ ദേവകൾ ദൂരേക്ക് എടുത്തുകൊണ്ടുപോയി. അത് അവിടെ ഒരു ഭാഗത്ത് ചന്ദ്രദേവനും കാളീദേവിയുമായി അതിഭീകരമായ യുദ്ധം നടക്കുന്നു. ബ്രഹ്മാവും ഭൂതഗണങ്ങളുമായി ഏറ്റുമുട്ടുന്നു. അല്ല സാറേ, ഇവരെല്ലാം കൂടി യുദ്ധം ചെയ്യുന്നത് ദക്ഷന് വേണ്ടിയിട്ടാണ്. ആണല്ലോ, ദക്ഷൻ അസുരനല്ലേ, പിന്നെ ഈ ദേവന്മാർക്ക് ഇയാൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമോ? ദക്ഷൻ അസുരനൊന്നുമല്ല, പിന്നെ നമ്മുടെ സാക്ഷാൽ ബ്രഹ്മാവിന്റെ പുത്രനാണ്. ഓ, ബ്രഹ്മാവിന്റെ ആ, ഈ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ആരംഭിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? അറിയില്ല. തന്റെ മനസ്സിൽ നിന്ന് 10 മാനസപുത്രന്മാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം സൃഷ്ടികർമ്മം ആരംഭിച്ചത്. അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലകൻ, പരീചി, ഋതു, ഭൃഗു, വസിഷ്ഠൻ, നാരദൻ തുടങ്ങി മഹർഷിമാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം കാമദേവനെ തന്നെ നെഞ്ചിൽ നിന്നും അഗ്നിദേവനെ തന്നെ പുരികത്തിൽ നിന്നും സൃഷ്ടിച്ചു. അതിനുശേഷം തന്റെ വലത് കൈയിലെ തള്ള വിരലിൽ നിന്നും ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് ദക്ഷ പ്രജാപതി. തന്റെ യുദ്ധ പരാക്രമം കൊണ്ട് 2 ലോകവും
കീഴടക്കി അതിന്റെയൊക്കെ അധിപതി ആയിരിക്കുകയാണ് ഇയാൾ. ഓ അത് ശരി. അവസാനം ദേവലോകം ആക്രമിക്കാൻ ദക്ഷനൊരു പദ്ധതിയുണ്ട്. ആ ആ. ഇതിൽ ഭയന്ന് ദേവലോകം ഒന്നാകെ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ഇയാളുടെ അനുചരന്മാരായി മാറിയിരിക്കുകയാണ്. ഓ അങ്ങനെയാണ്. അത് ദേഷ്യമാണ് ഭ്രാന്ത് പിടിച്ച വീരഭദ്രൻ ആ യാഗശാലയിലും പരിസരത്ത് ശത്രുക്കളെ കൊന്നുവീഴുന്നു. അപ്പോഴെല്ലാം വീരഭദ്രന്റെ കണ്ണുകൾ തിരയുന്നത് ദക്ഷനെയാണ്. അങ്ങനെ കാഠിന്യവുമായി പോരാടുന്ന ദക്ഷനെ കണ്ടതും വീരഭദ്രൻ അങ്ങോട്ടേക്ക് കുതിച്ചു. വീരഭദ്രന്റെ കണ്ട ദക്ഷൻ ദാരികൻ ബ്രഹ്മാവിനോട് 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. പുരുഷ വർഗത്തിൽ പിറന്ന ആർക്കും തന്നെ വധിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ ശപിക്കുവാനോ കഴിയരുത് എന്ന ഒരു വരവും തനിക്ക് സ്വയം അദൃശ്യനായി തീരാൻ കഴിയണം എന്ന മറ്റൊരു വരവും. ബ്രഹ്മാവ് 2 വരങ്ങളും നൽകി ദാരികനെ അനുഗ്രഹിച്ചു. നല്ലവനായി ജീവിക്കാൻ ഉപദേശമൊക്കെ നൽകിയിട്ട് ബ്രഹ്മാവ് ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. ഈ വരങ്ങൾ കൂടി കിട്ടിയതോടെ ദാരികൻ 10 മടങ്ങ് അഹങ്കാരിയായി തീർന്നു. തന്നെ ആക്രമിക്കാൻ വേണ്ടി യോഗം ചേർന്ന രാജാക്കന്മാരെല്ലാം അദൃശ്യനായി ചെന്ന് അവൻ ആക്രമിച്ച് വകവരുത്താൻ തുടങ്ങി. മുനിമാരുടെ ആശ്രമങ്ങളിൽ അദൃശ്യനായി എത്തിയ ദാരികൻ ഹോമകുണ്ടങ്ങളിലും യാഗശാലകളിലും മൃഗരക്തം തെളിഞ്ഞ് അശുദ്ധമാക്കി. അവരുടെ തപസ്സിനാകെ ഭംഗം വരുന്നു. മുനിമാർ അവനെ ശപിച്ച് ഭസ്മമാക്കാൻ ശ്രമിച്ചു. എങ്കിലും ഈ ബ്രഹ്മദേവൻ നൽകിയ വരത്തിന്റെ ശക്തിയാലുണ്ടല്ലോ അവന് ഒരു പോറൽ പോലും എത്തില്ല. അങ്ങനെ ആരാലും വധിക്കപ്പെടാനും ശപിക്കപ്പെടാനും കഴിയാതെ ഒരു ആസുര ശക്തിയായി അവൻ വളർന്നു. അഹങ്കാരം കൊണ്ട് അവൻ മറ്റസുരന്മാരെയും കൂട്ടി ദേവലോകത്തെത്തി. അവിടെയും ആക്രമണം അഴിച്ചുവിട്ടു. ദേവന്മാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. കുറെ ദേവസുന്ദരിമാരെയും പിടിച്ചു കെട്ടി അവൻ അസുര രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. ദേവന്മാർ ആകെ പരിഭ്രാന്തരായി. അവരെല്ലാവരും കൂടി കൈലാസത്തിൽ ശിവഭഗവാൻ മുന്നിലെത്തി. സംഹാര ദേവനായ തനിക്ക് പോലും വധിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ വരങ്ങൾ നേടിയ ആസുര ശക്തിയായ ദാരികൻ ദേവലോകം ആക്രമിച്ച് അവിടെ നിന്നും ദേവസുന്ദരിമാരെ കടത്തിക്കൊണ്ട് പോയി എന്നറിഞ്ഞതും ശിവഭഗവാൻ ആകെ കോപാകുലനായി. പരമശിവ ഭഗവാൻ താണ്ഡവ നൃത്തം ആരംഭിച്ചു. ശിവഭഗവാൻ അതാ തൃക്കണ്ണ് തുറക്കാൻ പോകുന്നു. 3 ലോകവും ഭയന്നു നിൽക്കുകയാണ്. തൃക്കണ്ണിന്റെ ഇമകൾ ചെറുതായി അനങ്ങാൻ തുടങ്ങി. തൃക്കണ്ണിൽ നിന്നും സൂര്യതാപം വഹിക്കുന്ന ഒരു അഗ്നിസ്ഫുലിംഗം പുറത്തേക്ക് വന്നു. അത് ദാരികന് പിന്നാലെ പാഞ്ഞു. പക്ഷേ ദാരികന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കാതെ ആ അഗ്നിസ്ഫുലിംഗം തിരികെ എത്തി. ശിവഭഗവാന്റെ കോപമിരടിച്ചു. താണ്ഡവ നൃത്തം തടില താളത്തിലായി. Adama
ഇവന്റെ ശിരസിൽ നിന്നും ഗംഗാപ്രവാഹത്തോടൊപ്പം ചോരയും ഒഴുകാൻ തുടങ്ങി. ഗംഗാജലം ചോര നിറമായി പറിച്ചെടുത്ത ജട ശിവഭഗവാൻ അതിശക്തമായി കൈലാസത്തിൽ ആചരിച്ചു. പെട്ടെന്ന് അവിടെ വാങ്ങി ഇടിമുഴങ്ങി. കൈലാസമായ മിന്നൽ പ്രളയം ഗംഗാജലം ചുവന്ന നിറത്തിൽ തിളച്ചു പോകുന്നു. ദേവകളാകെ ഭയന്നു നിൽക്കുന്നു. ആ മിന്നൽ പ്രളയത്തിനിടയിൽ അതാ ഒരു രൂപം, ഭീമാകാരമാർന്ന സ്ത്രീ രൂപം. ആ സ്ത്രീ രൂപത്തിന് എത്ര മുഖങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ആയിരക്കണക്കിന് കൈകൾ, ഓരോ കൈയിലും ദിവ്യമായ ആയുധങ്ങൾ, മുഖത്തിൽ നിന്നും തള്ളി നിൽക്കുന്ന ദ്രംസകൾ, പുറത്തേക്ക് നീണ്ട ചുവന്ന നാവ്. പരമശിവൻ നിലത്ത് മറിഞ്ഞടിച്ച് ജടയിരുന്നു. പരമശിവന്റെ ജ്വലയിരുന്നു. ഒരു ദേവി തുറന്നിരിക്കുന്നു, സംഹാരരുദ്രയായ കാളീദേവി. പരമശിവന്റെ നിർദ്ദേശപ്രകാരം ദേവസുന്ദരികളെ മോചിപ്പിക്കുവാനായി കാളീദേവി ഈശ്വര രാജ്യത്തേക്ക് പോയി. ഭൂതഗണങ്ങളുടെയും പിശാചുക്കളുടെയും അസുരകാളി അസുര രാജ്യത്തെത്തി. 1000 കൈകളിലും ആയുധങ്ങളുമായി അലറി വിളിച്ചുകൊണ്ട് അസുരകാളീദേവി ദാരികന്റെ രാജ്യത്തേക്ക് പാഞ്ഞു കയറി. ദേവി ദാരികന്റെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞെടുത്തു. തന്റെ വഴി നടന്ന അസുരന്മാരെ കൊന്നറിഞ്ഞുകൊണ്ട് ദേവി ദാരികന്റെ സമീപത്തെത്തി. തന്റെ അനുചരന്മാർ വധിക്കപ്പെടുന്നത് മോഹാപുരനായ ദാരികൻ ആയുധങ്ങളുമായി മുന്നോട്ടടിച്ചു. കിട്ടുന്നില്ല, മുന്നോട്ട് ഇവിടെ ആ നടുവിലിരുന്ന് എടുക്കും. നിന്റെ പരാക്രമങ്ങളൊന്നും എന്നോട് വേണ്ട. നീ ദേവലോകത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ദേവസുന്ദരിമാരെ തിരികെ കൊണ്ടുപോകാനായിട്ടാണ്. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എനിക്ക് നിന്റെ പ്രാണനെടുക്കേണ്ടി വരും. ഞാൻ ആരാണെന്നാണ് നിന്റെ വിചാരം? അവനെയൊക്കെ തന്നെ ഞാൻ കാലം കഴിച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ എന്റെ അന്തപുരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അസുര സൈന്യം അസുരനാളിലേക്ക് കൈകാര്യം എന്ന് കേട്ടതും ദേവി സംഹാരവിദ്യയായ അലറി വിളിച്ചു. നാലികളെ ലക്ഷ്യമാക്കി കാളീദേവി പാഞ്ഞെടുത്തു. യുദ്ധം അതിഘോരമായിട്ടുള്ള യുദ്ധം. എണ്ണമറ്റ കൈകളുടെ ദിവ്യ ആയുധങ്ങൾ കൊണ്ട് കാലികമായി
ഭീകരമായിട്ടുള്ള യുദ്ധം, മൂന്ന് ലോകവും നടുങ്ങിപ്പോകുന്ന യുദ്ധം. ഭൂതഗണങ്ങൾ അദൃശ്യനായി നിന്നും ദാരികന് ചുറ്റും നിരന്നു നിന്നു. അദൃശ്യനായ അവന്റെ കഴുത്ത് ദേവിക്ക് സ്പഷ്ടമാകുന്ന വിധത്തിൽ അവർ ദാരികന്റെ തല പുറകോട്ടാക്കി. ഭൂതഗണങ്ങളുടെ സൂചനകളിൽ നിന്നും തന്റെ ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കിയ ദേവി അവന്റെ കഴുത്ത് ലക്ഷ്യമാക്കി തന്റെ കയ്യിലെ വാളുകൊണ്ട് ആഞ്ഞു വേണ്ടി ദാരികന്റെ ശിരസ്സു താഴെ വീണു. ദേവി ദാരികന്റെ പുറത്താനന്ദ നൃത്തം ചവിട്ടി. അവന്റെ വയറുകീൽ കുടൽമാല പുറത്തെടുത്ത ദേവി അതണിഞ്ഞുകൊണ്ട് ദാരികന്റെ ശിരസ്സുമായി പരമശിവ സന്നിധിയിലെത്തി. ഭദ്രകാളി ദേവിയുടെ കോപം അപ്പോഴും ശമിച്ചിരുന്നില്ല. ദേവിയുടെ ക്രോധം ശമിപ്പിക്കുവാൻ ശിവഭഗവാൻ ഭദ്രകാളി ദേവിക്ക് മുന്നിൽ ആനന്ദ നൃത്തം ചെയ്തു. ദക്ഷകൂട്ടൻ വീരഭദ്രനെ കളിയാക്കി കൊണ്ടിരിക്കുന്നു. വീരഭദ്രൻ വാളുമായി ദക്ഷന്റെ മുകളിലേക്ക് ചാടി തന്റെ കയ്യിലെ പരിധികമായ ആയുധങ്ങൾ കൊണ്ട് പ്രത്യാക്രമണം നടത്തുന്നു. പെട്ടെന്ന് വീരഭദ്രന്റെ ആക്രമണത്തിൽ ദക്ഷന്റെ ഇടത് കൈ പരിചയോടൊപ്പം മുറിഞ്ഞു താഴെ വീണു. വീരഭദ്രനൊന്നും മാറി തന്റെ കയ്യിലെ വാളുകൊണ്ട് ആഞ്ഞു വെട്ടി. അതാ ചോര ചിന്തിത്തെറിക്കുന്നു. അഹങ്കാരിയായ ദക്ഷന്റെ തലയത ആ യാഗശാലയിൽ വീണുരുളുന്നു. അവന്റെ ശരീരം തറയിൽ കിടന്നു പിടയ്ക്കുന്നു. തന്നുടെ ദക്ഷന്റെ ശിരസ് വീരഭദ്രനും ഭദ്രാദേവിയും കൂടി പരമശിവന്റെ കാൽക്കൽ അർപ്പിച്ചു. പിന്നീട് ബ്രഹ്മദേവൻ തന്റെ മകന് ജീവൻ തിരികെ നൽകണമെന്ന് പരമശിവനോട് കേണപേക്ഷിച്ചെന്നും ഒരാടിന്റെ തലയുമായി പരമശിവൻ ദക്ഷന് പുനർജന്മം നൽകി എന്നൊക്കെയാണ് കഥ. അല്ല മന്ത്രവാദി, ഈ ഭദ്രകാളി ദേവി പിറന്നത് ദാരികനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെ ഒരു കഥയുണ്ട്. അതാണ് ചോദിച്ചത്. ശ്രുതികളിലും ശക്തികോപനിഷത്തായ ദേവി ഉപനിഷത്തിലും അങ്ങനെ ഒരു കഥയുണ്ട്. എന്നാ പിന്നെ ആ കഥ കൂടി നമുക്ക് കേൾക്കാം. കഥ പറഞ്ഞിടുന്നു മന്ത്രവാദി, കഥയാസ്വദിക്കുന്നു മാലോകൻ. കഥ പറഞ്ഞിടുന്നു മന്ത്രവാദി, കഥയാസ്വദിക്കുന്നു മാലോകൻ. മലയാത്തിരുന്ന കഥ കേൾക്കുവാൻ നിറമാർന്ന ദേശാടന പക്ഷികൾ. മലയാത്തിരുന്ന കഥ കേൾക്കുവാൻ നിറമാർന്ന ദേശാടന പക്ഷികൾ. നിറമാർന്ന ദേശാടന പക്ഷികൾ. പണ്ട് ദാരികൻ എന്നു പേരുള്ള ഒരു അസുര രാജാവ് ഈ ലോകത്തിനകത്ത് നാശം വിതയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നീഷതം എന്ന അസുര രാജ്യത്തിൽ വാണരുളുന്ന കാലം. പണ്ടൊരു നാളിൽ അസുരരാജൻ ദാരികൻ എന്നൊരു വീരൻ. പണ്ടൊരു നാളിൽ അസുരരാജൻ ദാരികൻ എന്നൊരു വീരൻ. നിജമെന്നൊരാസുരരാജൻ വാണരുളുന്നൊരു കാലം.
ദുഷ്ടനും നീചനുമായ ഈ അസുര രാജാവിന്റെ ദുഷ്ചെയ്തികൾ മൂലം ഭൂമിയിലെ മനുഷ്യരും ആശ്രമവാസികളായ മുനിമാരും കാട്ടിലെ മൃഗങ്ങളും ഒക്കെ ഭയചകിതരായി കഴിഞ്ഞിരുന്ന കാലം. അവരെല്ലാവരും തങ്ങളുടെ രാജാക്കന്മാരെ കണ്ട് സങ്കടം പ്രവർത്തിച്ചു. ഈ രാജാക്കന്മാരാണെങ്കിലോ ദാരികനുമായി യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ ദാരികൻ അവരെയൊക്കെ അങ്ങ് പരാജയപ്പെടാം. അവൻ 10 മടങ്ങ് ദേഷ്യത്തോടെ മുനിമാരുടെ കോപങ്ങൾ മുടക്കുവാനും പാവപ്പെട്ട മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ കൊന്നു തിന്നുവാനും തുടങ്ങി. സുന്ദരികളായ സ്ത്രീകളെ അവൻ തട്ടിക്കൊണ്ടുപോയി. എല്ലാവരും ഭയചകിതരായി. നേരത്തെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട രാജാക്കന്മാരെല്ലാവരും കൂടി ഒരു യോഗം ചേർന്നു. കൂട്ടായി ദാരികനെ നേരിടുവാനും ഇല്ലായ്മ ചെയ്യുവാനും അവർ തീരുമാനിച്ചു. അവർ നീക്ഷണത്തിലേക്ക് പാചകരെ ഇക്കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയ ദാരികൻ അപ്പോഴേക്കും നീക്ഷണം ഉപേക്ഷിച്ച് പാലായനം ചെയ്തിരുന്നു. ദാരികൻ ഈ രാജാക്കന്മാരെ നേരിടാൻ കരുത്ത് സമ്പാദിക്കുവാനായി തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. വെറും തപസ്സല്ല, ഒരു പെരുവിരലിൽ മാത്രം നിന്നുകൊണ്ടുള്ള തപസ്. ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അതികഠിനമായിട്ടുള്ള തപസ്. അല്ലേ, ഈ ദുഷ്ടന്മാരായ അസുരന്മാർ അവസരിക്കുമ്പോ ദേവന്മാരെന്തിനാ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു? അതെ, അവിടെ കിടന്ന് തപസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചോളണം. അല്ല, ഈ തപസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? തപസ് എന്ന് പറഞ്ഞാൽ കഠിന വ്രതമാണ്. പണ്ട് നമ്മുടെ രാവണൻ പരമശിവനെ തപസ് ചെയ്ത കഥ അറിയില്ല. ഏകാഗ്രമായി തപസ് ചെയ്ത രാവണൻ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ പരമശിവൻ പ്രത്യക്ഷനായില്ല. അങ്ങനെ രാവണൻ തന്റെ കരങ്ങളെ ഒന്നൊന്നായി ഇങ്ങനെ ഛേദിച്ച് മാറ്റാൻ തുടങ്ങി. എന്നിട്ട് പരമശിവൻ പ്രത്യക്ഷനായില്ല. അപ്പൊ രാവണൻ എന്ത് ചെയ്യുന്നോ, തന്റെ ശിരസുകളെ ഒന്നൊന്നായി ഇങ്ങനെ മുറിച്ച് വീഴ്ത്താൻ തുടങ്ങി. അത് എന്തിനും തന്നെയാണ് നമ്മുടെ ചോദ്യം. ഈ വ്രതനിഷ്ഠയുള്ള ഒരാൾ ഏകാഗ്രചിത്തനായി ഏതെങ്കിലും ദേവനെ നിരന്തരമായി പ്രാർത്ഥിച്ചാൽ ഈ ദേവന് അത് കണ്ടില്ല എന്ന് നടിച്ച് അങ്ങ് ദേവലോകത്ത് ഇരിക്കാൻ പറ്റില്ല. തപസ് അനുഷ്ഠിക്കുന്നയാൾ എത്ര ദുഷ്ടനായാൽ. അതുകൊണ്ടാണ് ഈ ദുഷ്ടചിത്തരായ ആൾക്കാരൊക്കെ വ്രതം പിടിച്ച് കോവിലിൽ പോയി പ്രാർത്ഥിക്കുന്നത്. ദാരികന്റെ തപസ് ദിവസങ്ങൾ നീണ്ടപ്പോൾ ബ്രഹ്മദേവൻ ദാരികന്റെ മുന്നിൽ പ്രത്യക്ഷനായി. സന്തുഷ്ടനായി ദാരികൻ ബ്രഹ്മനെ കുമ്പിട്ടു തൊഴുതു വണങ്ങി നിന്നു. സന്തുഷ്ടനായി ദാരികൻ ബ്രഹ്മനെ കുമ്പിട്ടു തൊഴുതു വണങ്ങി നിന്നു. മന്ദസ്മിതം തൂകും നാൻമുഖനോടവൻ രണ്ടുവരം ഭദ്രകാളി ദേവിയുടെ കോപമടങ്ങി. ദാരികന്റെ ജീവനില്ലാത്ത ശിരസ് കാളിദേവി പരമശിവന് സമർപ്പിച്ചു. ഇങ്ങനെ ദാരികനെ നിഗ്രഹിക്കാനായിട്ടാണ് ഭദ്രകാളി ദേവി പിറന്നത് എന്നതാണ് മറ്റൊരു ഐതിഹ്യം. പുരാതനമായിട്ടുള്ള ശ്രീലങ്കാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരു വിൽപ്പാട്ട് അവതരിപ്പിക്കാൻ അവസരം ഒരുക്കിയ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഭഗവതി കലാകാരത്തിലുള്ള നന്ദി.